ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് നാളെ മാത്സ് എക്സാമാണ്. കുറേ കൂട്ടുകാരുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നാളെ എക്സാം ഉള്ള കൂട്ടുകാർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആക്ടിവിറ്റി 1, ടേബിൾ ഓഫ് പിക്ചേഴ്സ്. The favorite games of Class 4 are given below. എന്താണ് ക്ലാസ് 4ൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഗെയിംസ് താഴെ കൊടുത്തിട്ടുണ്ട്. 1 picture indicates 6 numbers. അപ്പോൾ ഇതിൽ ഓരോന്നും 6 നമ്പർ, അതായത് ഇവിടെ ഒരു ബോൾ ആണെങ്കിൽ ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ 6 ബോൾ ഉണ്ട്. അപ്പോൾ ഇവിടെയോ ഇവിടെയും 6 ബോൾ ഉണ്ട്, ഇവിടെയും 6 ബോൾ ഉണ്ട്, ഇവിടെയും 6 ബോൾ ഉണ്ട്. അപ്പോൾ 6 + 6 + 6 + 6 ആണ് എന്ത്? 24. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇവിടെ 6 എണ്ണം, ഇവിടെ 6 എണ്ണം, ഇവിടെ 6 എണ്ണം. 6 + 6 + 6 എത്രയാണ്? 18. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 6 × 3, അതും എത്രയാണ്? 18 ആണ്. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെയും 6, ഇവിടെയും 6. 6 + 6 12. ഇനി അടുത്തത് ഇവിടെ 6, ഇവിടെ 6, ഇവിടെ 6, ഇവിടെ 6, ഇവിടെ 6. 1 2 3 4 5. 5 6 × 5 എത്രയാണ്? 30 ആണ്. അപ്പോൾ എത്ര വോളിബോൾ ഉണ്ട്? 30 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ ടേബിൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫിൽ ചെയ്തു. ഇനി നെക്സ്റ്റ്, ഹൗ മെനി മോർ ചിൽഡ്രൻ ലവ് വോളിബോൾ ദാൻ ക്രിക്കറ്റ്. ക്രിക്കറ്റിനേക്കാൾ എത്ര കുട്ടികളാണ് വോളിബോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ക്രിക്കറ്റിനേക്കാൾ. അത് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ വോളിബോളിൻ്റെ എണ്ണത്തിൽ നിന്നും നമ്മൾ ഈ ക്രിക്കറ്റിൻ്റെ എണ്ണം എന്ത് ചെയ്താൽ മതി? നമ്മൾ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 30 - 18. അപ്പോൾ ഇവിടെ ഇല്ല, ഇവിടെ 10 ആവും. ഇവിടെ കടെടുക്കുമ്പോൾ ഇവിടെ 2 ആവും. 2 1. അപ്പോൾ എത്ര കുട്ടികളാണ് കൂടുതൽ? 12 കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം വോളിബോൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടിക്ക് മാർക്ക് എടുക്കുക. കറക്റ്റ് ആയതിന് നേരെ ടിക്ക് ഇടുക. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹൂ ലവ് ഫുട്ബോൾ ആൻഡ് വോളിബോൾ ഈസ് ദ സെയിം. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളും വോളിബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളും സെയിം ആണ്. വോളിബോൾ 30 ആണ്, ഫുട്ബോൾ 24 ആണ്. അപ്പോൾ അത് തെറ്റാണ്, അതല്ല. അപ്പോൾ അത് തെറ്റാണ്. Next, the number of children who love cricket is more than the number of children who loves football. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളെക്കാൾ കൂടുതൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ്. ആണോ? അല്ല അല്ലേ, ഫുട്ബോൾ ആണ് കൂടുതൽ. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ അതും അല്ല. ക്രിക്കറ്റ് ഈസ് ലൈക്ക്ഡ് ബൈ ദ ലീസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ. ഏറ്റവും കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് ക്രിക്കറ്റ് ഇഷ്ടമുള്ളൂ. ആണോ? ഏറ്റവും കുറച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ്? ക്രിക്കറ്റ് ആണോ? അല്ല, ബാഡ്മിൻ്റൺ ആണ്. അപ്പം അതും തെറ്റാണ്. ഇനി നെക്സ്റ്റ്, മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ ലൈക്ക് വോളിബോൾ. കൂടുതൽ കുട്ടികൾക്കും ഇഷ്ടം വോളിബോൾ ആണ്. ആണോ? ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടം ഏതാ? വോളിബോൾ ആണ്. അപ്പോൾ അത് കറക്റ്റ് ആണ്. സോ ഇതിൽ ഏതാണ് കറക്റ്റ് ഉത്തരം വരുന്നത്? ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കി വെക്കാം. ആക്ടിവിറ്റി 2, ലെറ്റ്സ് പാക്ക് ഇറ്റ്. പാക്ക് ചെയ്യാനായിട്ടുള്ള ചോദ്യമാണ്. ലുക്ക് അറ്റ് ദ നമ്പർ ഓഫ് അഗർബത്തീസ് മെയ്ഡ് ബൈ ദ ചിൽഡ്രൻ ഇൻ ദ വർക്ക് എക്സ്പീരിയൻസ് ഫസ്റ്റ്. അപ്പോൾ എന്താണ്? കുറച്ച് കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള ചന്ദൻ തിരിയുടെ എണ്ണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, റീന, അമൽ, ഫാത്തിമ, റീജ ഒക്കെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് അഗർബത്തീസ്? അപ്പോൾ ടോട്ടൽ എത്ര അഗർബത്തീസ് ഉണ്ടായിരിക്കും? അത് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതൊക്കെ കൂടി പ്ലസ് ചെയ്താൽ മതി. 160 + 171 + 138 + 131. അപ്പോൾ അത് പ്ലസ് ചെയ്താൽ 8ഉം 1ഉം 9ഉം 10ഉം ബാക്കി 1 7ഉം 3ഉം 10 16 17 18 19 20 ബാക്കി 2 2 3 4 5 6. എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് അഗർബത്തീസ് എന്ന് പറയുന്നത്? 600 ആണ്, 600 ആണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ്, റീന പാക്ഡ് ദ അഗർബത്തീസ്. ഷീ കെപ്റ്റ് ദം ഇൻ ദ പാക്കറ്റ്സ് ഓഫ് 20 ഈച്ച്. How many packets will be there?
റീന എന്ത് ചെയ്തു? റീന ഈ അഗർബത്തീസ് പാക്ക് ചെയ്യാണ്. അവൾ 20ന്റെ പാക്കായിട്ട് അതായത് ഓരോന്നിലും 20 വെച്ചു. അങ്ങനെയാണെങ്കിൽ എത്ര അഗർബത്തീസ് ഉണ്ടായിരിക്കും? എത്ര പാക്ക് അവൾ ആക്കിയിട്ടുണ്ടാവും? എത്ര പാക്കാണ്? 8 പാക്കറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ്, ദ കോസ്റ്റ് ഓഫ് 1 പാക്കറ്റ് ഓഫ് അഗർബത്തീസ് ഈസ് 20 rupees. അപ്പോൾ ഒരു പാക്കറ്റിന്റെ വില എന്ന് പറയുന്നത്, ഒരു പാക്കറ്റ് അഗർബത്തീസിന്റെ വില 20 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 30 പാക്കറ്റ്സ് വിറ്റു. ഹൗ മച്ച് മണി ഡിഡ് ദേ ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ അവർക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? ഒരു പാക്കറ്റിന്റെ വില 20 രൂപ. അങ്ങനെ 30 അഗർബത്തീസ് വിറ്റു. അപ്പൊ എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? 30 × 20. 30 × 20 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 600. Okay. Next, how many more does Fatima need to pack 7 packets with 20 agarbettis each? എന്താണ് ചോദിച്ചിട്ടുള്ളത്? How many more Fatima need to pack? അപ്പോൾ എത്ര കൂടുതലാണ് ഇനി ഫാത്തിമ പാക്ക് ചെയ്യേണ്ടത്? പാക്കറ്റ്സ് വിത്ത് 20 അഗർബത്തീസ് ഈച്ച്. ഓരോന്നിലും 20 വീതം അഗർബത്തീസ് വരണം. എത്ര പാക്കറ്റാണ്? 2 പാക്കറ്റ്സ്. ഇനി നെക്സ്റ്റ്, 8 × 20 is equal to 160. Which among the following is equal to 9 × 20? അതായത് 8 × 20 എന്ന് പറയുന്നത് 160. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഈ 0 ആക്കിയിട്ട് 8 × 2 ചെയ്യുക. അത് എത്രയാണ്? 16. എന്നിട്ട് നമ്മൾ ആ 0 ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ 9 × 20 നമുക്ക് എങ്ങനെ എഴുതാം? 9 × 2 18 ആണ്. എന്നിട്ട് നമുക്ക് ഈ 0 ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് വരിക? 1 added to 160. 160ന്റെ കൂടെ 1 ആഡ് ചെയ്തതാണോ? അല്ല, ഇത് തെറ്റാണ്. ദെൻ അടുത്തത് 20 added 9 times to 160. 20 added 9 times to 160. അതല്ല, 20 added 1 time 20 ആഡ് ചെയ്തു to 116. അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ ഏതാണ്? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 3 നോക്കിയാക്കാം. ദ എമൗണ്ട് സ്പെൻഡ് ഫോർ ദ ആനുവൽ ഡേ സെലിബ്രേഷൻ ഓഫ് ചോലാവയൽ LP സ്കൂൾ ഇസ് ഗിവൺ ബിലോ. അപ്പോൾ ഫുഡിൻ്റെയും ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെയും പ്രൈസിൻ്റെയും ഒക്കെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. വിച്ച് ഐറ്റം ഹാഡ് ദ ഹയസ്റ്റ് എക്സ്പെൻസ് അറ്റ് ദ ആനുവൽ ഡേ സെലിബ്രേഷൻ? ഇതിൽ ഏത് ഐറ്റത്തിനാണ് ഏറ്റവും കൂടുതൽ പൈസ വേണ്ടി വന്നത്? ഏതാണ്? 8500 വരുന്ന ലൈറ്റ് ആൻഡ് സൗണ്ടിനാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട്. How much more was spent on light and sound than food? ഫുഡിനേക്കാൾ എത്ര രൂപയാണ് ലൈറ്റ് ആൻഡ് സൗണ്ടിന് കൂടുതലായിട്ടുള്ളത്? അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 8500 നിന്നും ഫുഡിൻ്റെ വിലയായിട്ടുള്ള 7480 രൂപ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ 1020 എന്ന് കിട്ടും. വാട്ട് ഈസ് ദ ടോട്ടൽ എക്സ്പെൻസ് ഓഫ് ആനുവൽ ഡേ സെലിബ്രേഷൻ? ആനുവൽ ഡേ സെലിബ്രേഷൻ്റെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ്? അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടിയാൽ മതി. 0, 8, 4, 5, 9, 8, 2, 10, 17. എത്രയാണ്? 17,918 ആണ് ടോട്ടൽ ചെലവ്. 4 former students shared the amount for the price equally. How much did one person give? അപ്പോൾ ടോട്ടൽ നമ്മുടെ പ്രൈസിന് ചിലവായിട്ടുള്ള പൈസ എന്ന് പറയുന്നത് 2000 ആണ്. ഈ 2000 രൂപ എന്ത് ചെയ്തു? 4 കുട്ടികൾ വീതം ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര രൂപയാണ് വരിക? 500 രൂപ. Next, the number of currency notes and their sum is given below. Number of currency notes അതിൻ്റെ സമ്മും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചൂസ് ചെയ്യാനാണ്. അപ്പോൾ നോക്കി നോക്കൂ. 2000 rupees എന്ന് പറയുന്നത് 500ൻ്റെ 8 നോട്ടാണ്. 500ൻ്റെ 8 നോട്ടാണ്. 00
ആണോ? അത് തെറ്റാണ്. അതല്ല. 3000 രൂപ എന്ന് പറയുന്നത് 10 notes of 100 ആണ്. 10 notes of 100 ആണോ? അല്ല, 1000 ആണ് വരിക. 4000 rupees എന്ന് പറയുന്നത് 100ൻ്റെ 20 നോട്ടുകളാണ്. അതുമല്ല, ഇനി 1000 rupees എന്ന് പറയുന്നത് 6 notes of 500 ആണ്. 500 ഉണ്ട് 6 0 0 10. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആണ്. സോ ഇതാണ് കറക്റ്റ്. അപ്പോൾ ഏതാണ് കറക്റ്റ്? ഡി ആണ് 1 കറക്റ്റ് ആയിട്ടുള്ളത് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 4A നോക്കി നോക്കാം. കളക്ഷൻ ഓഫ് പ്രൊഡക്ട്സ് ആണ്. The list of items collected in connection with the sub-district Kaloltsavam is given below. Rice, coconut, yam, banana. Write the weight of banana in kilogram. Banana weight നമ്മൾ എന്ത് ചെയ്യണം? കിലോഗ്രാമിൽ എഴുതണം. 1 ക്വിൻ്റലും 8 കിലോനും. 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 കിലോഗ്രാം ആണ്. അപ്പോൾ ഇത് എത്ര കിലോഗ്രാം ആയിരിക്കും? 100 + 8 which is equal to 108 kilogram. ഇനി 1 quintal 50 kilogram rice was used on the first day of Kaloltsavam. How much will be the weight of the rice that was left? അപ്പോൾ എന്താണ്? 1 ക്വിൻ്റലും 500 കിലോഗ്രാം ഓഫ് റൈസും 1 ക്വിൻ്റലും 50 കിലോഗ്രാം റൈസും എന്ത് ചെയ്തു? ഫസ്റ്റ് ഡേ ഓഫ് കലോത്സവത്തിന് നമ്മൾ എടുത്തു. അപ്പോൾ ബാക്കി എത്ര ഉണ്ടായിരിക്കും? ഇപ്പോൾ ഉള്ളത് 3 ക്വിൻ്റലും 25 കിലോഗ്രാമും ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ 1 ക്വിൻ്റലും 50 കിലോഗ്രാമും നമ്മൾ എടുത്തു. ഇങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന് നമുക്ക് 325 കിലോഗ്രാം, ഇതിന് നമുക്ക് എന്ത് എഴുതാം? 150 കിലോഗ്രാം. അപ്പോൾ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്ത് നോക്കൂ, എത്ര കിട്ടും? 175 കിലോഗ്രാം. ഇനി 175 കിലോഗ്രാം ഇനി എന്തുണ്ടാവും? ബാക്കി ഉണ്ടാവും. അപ്പോൾ ഈ കിൻഡലൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കിലോഗ്രാമിലേക്ക് ആക്കിയിട്ട് മാറ്റിയിട്ട് ചെയ്താൽ മതി. ഹൗ മച്ച് മോർ ഈസ് ദ വെയിറ്റ് ഓഫ് കോക്കനട്ട് ദാൻ ദ യാം? യാമിനേക്കാൾ എത്രയാണ് കോക്കനട്ടിന് കൂടുതലുള്ളത്? കോക്കനട്ടിനുള്ളത് 170 കിലോഗ്രാം ആണ്. മൈനസ് യാമിനുള്ളത് 100 കിലോഗ്രാം. ഇത് മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 60 കിലോഗ്രാം. ഇനി എന്താ? put tick against the correct one. ഇതിൽ ഏതാണ് കറക്റ്റ്? 1 ടൺ എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണോ? അല്ല, 1 ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ്. സോ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് 4ൽ ബി നോക്കി നോക്കാം. മിൽക്ക് മാത്ത് ആണ്. The quantity of milk collected at the society is given below. അപ്പോൾ എന്താണ്? സൊസൈറ്റി കളക്ട് ചെയ്യുന്ന മിൽക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. On which day was the largest quantity of milk collected? ഏറ്റവും കൂടുതൽ മിൽക്ക് കളക്ട് ചെയ്തിട്ടുള്ളത് ഏത് ദിവസമാണ്? 285, 300. ഇതിൽ 300 വരുന്നത് ഏതിലാണ്? ഇത് 300 ഉണ്ട്, ഇവിടെ 301 ഉണ്ട്. സോ ഏത് ദിവസമാണ് കൂടുതൽ കളക്ട് ചെയ്തത്? മൺഡേ. ഇനി ഹൗ മച്ച് മോർ മിൽക്ക് വാസ് കളക്റ്റഡ് ഓൺ വെനസ്ഡേ ദാൻ ഓൺ തേഴ്സ്ഡേ? തേഴ്സ്ഡേനേക്കാൾ എത്ര മിൽക്ക് കൂടുതലാണ് വെനസ്ഡേ കളക്ട് ചെയ്തിട്ടുള്ളത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 300 ലിറ്റർ 800 മില്ലി ലിറ്റർ മൈനസ് എന്ത് ചെയ്താൽ മതി? തേഴ്സ്ഡേയും വെനസ്ഡേ അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? 294 ലിറ്ററും 500 മില്ലി ലിറ്ററും നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പോൾ അത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സാധാ പോലെ മൈനസ് ചെയ്യുക. 0 0 5 കഴിഞ്ഞാൽ 6 7 8 300 എത്രയാണ്? 6 ലിറ്റർ. അപ്പോൾ എത്രയാണ്? 6 ലിറ്റർ 300 മില്ലി ലിറ്റർ മിൽക്ക് എന്താണ്? കൂടുതലാണ്. ഇനി നെക്സ്റ്റ് എന്താ? 64 liters of milk was sold from the milk collector on Sunday. What is the quantity of milk that is left? അപ്പോൾ എന്താണ്? സൺഡേ മേടിച്ച മിൽക്കിൽ നിന്ന്, സൺഡേ മേടിച്ചിട്ടുള്ള മിൽക്ക് എന്ന് പറയുന്നത് എത്രയാ?
സൺഡേ മേടിച്ചിട്ടുള്ള മിൽക്ക് 285 ലിറ്ററും 300 മില്ലി ലിറ്ററും ആണ്. അതിൽ നിന്ന് 64 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് എന്ത് ചെയ്തു? സോൾവ് ചെയ്തു, അതായത് വിറ്റു. അപ്പോൾ ബാക്കി എത്ര ലിറ്റർ മിൽക്ക് ഉണ്ടാവും? 221 ലിറ്ററും 300 മില്ലി ലിറ്ററും. അതെന്ത് ചെയ്താൽ മതി? നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ്, മിൽക്ക് കളക്റ്റഡ് ഓൺ ഫ്രൈഡേ വാസ് കെപ്റ്റ് ഇൻ 8 Milk collected on Friday was kept in 8 vessels with a capacity of 40 liters each. What is the total quantity of milk? അപ്പോൾ മിൽക്ക് കളക്ട് ചെയ്തത് എന്തായി? ഫ്രൈഡേ കളക്ട് ചെയ്തിട്ടുള്ള മിൽക്ക് 8 വെസൽസിലായിട്ട് കളക്ട് ചെയ്തു. ഓരോന്നിൻ്റെയും കപ്പാസിറ്റി 40 ലിറ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് എത്രയായിരിക്കും? 320 ലിറ്റർ. നെക്സ്റ്റ്, പുട്ട് എ ടിക്ക് അഗെയിൻസ്റ്റ് ദ കറക്റ്റ് ആൻസർ. ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്ന ടിക്ക് ചെയ്യാനാണ്. 1 ലിറ്റർ 10 മില്ലി ലിറ്റർ അല്ല, 1 ലിറ്റർ 100 മില്ലി ലിറ്റർ അല്ല, 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ. സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. Okay. The distance to different public offices from Ritika's home is given in the table. പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള ഡിസ്റ്റൻസ് മീറ്ററിലുള്ളതും മീറ്ററിലുള്ളതും കൊടുത്തിട്ടുണ്ട്. ദെൻ സ്കൂളിലേക്കുള്ളത് 2 കിലോമീറ്ററും 200 മീറ്ററും. അപ്പോൾ എത്രയായിരിക്കും? 2200 മീറ്റർ. ഇത് എത്രയായിരിക്കും? 7 കിലോമീറ്റർ 300 മീറ്റർ. ഇത് എത്രയായിരിക്കും? 5500 മീറ്റർ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്താ ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഗിവൺ എബവ് നമ്മളത് ഫില്ല് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസസ് ദാറ്റ് ഋതിക കവേർഡ് ആഫ്റ്റർ ഗോയിങ് ടു സ്കൂൾ ആൻഡ് റിട്ടേണിംഗ് ഹോം? എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദ ഡിസ്റ്റൻസ് ടു ഡിഫറെൻറ്റ് പബ്ലിക് ഓഫീസസ് ഫ്രം ഋതികാസ് ഹൗസ് ആണ് തന്നിട്ടുള്ളത്. ദെൻ ടോട്ടൽ ഡിസ്റ്റൻസ് ഋതിക കവേർഡ് ഫ്രം ആഫ്റ്റർ ഗോയിങ് ടു സ്കൂൾ ആൻഡ് റിട്ടേണിംഗ് ഹോം. സ്കൂളിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഋതിക എത്ര ദൂരം നടന്നിട്ടുണ്ടാവും, കവർ ചെയ്തിട്ടുണ്ടാവും? അപ്പോൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ 2 കിലോമീറ്ററും 200 മീറ്ററും പ്ലസ് പിന്നെ തിരിച്ചു വരുമ്പോൾ എന്താണ്? 2 കിലോമീറ്റർ 200 മീറ്റർ. അപ്പോൾ ടോട്ടൽ എത്രയായി? 2 + 2 4 കിലോമീറ്ററും 200 + 200 എത്രയാ? 400 മീറ്ററും ടോട്ടൽ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ്, പുട്ട് എ ടിക്ക് അഗെയിൻസ്റ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ടിക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. പഞ്ചായത്ത് ഓഫീസ് ഈസ് ദ നിയറസ്റ്റ് പബ്ലിക് ഓഫീസ് ടു ഋതികാസ് ഹോം. പഞ്ചായത്തേക്ക് ആണോ? അല്ല, ഇത് കൂടുതലാണ്. സ്കൂളിലേക്കാണ് പിന്നെയും കുറവല്ലേ, അപ്പോൾ അതല്ല. Then the hospital is the farthest public office from Ritika's house. അതും തെറ്റാണ്. Then Ritika's home is at equal distance from panchayat office and school. പഞ്ചായത്തേക്കും ഓഫീസിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് അല്ല, അതും തെറ്റാണ്. ദ സ്കൂൾ ഈസ് ദ നിയറസ്റ്റ് പബ്ലിക് ഓഫീസ് ടു ഋതികാസ് ഹൗസ്. സ്കൂളാണ് ഏറ്റവും അടുത്ത് കിടക്കുന്നത്. ആണോ? ആണ്, അത് ശരിയാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. കൺസ്ട്രക്ടിങ് ഹെഡ് റെയിൽസ്. ഹെഡ് റെയിൽസ് ആർ ബീങ് കൺസ്ട്രക്റ്റഡ് അലോങ് ദ ന്യൂ റോഡ് ഫ്രം കട്ടാടിക്കവള ടു ചട്ടിവയൽ. On the first day, handrail was constructed for 2 kilometers 300 meters. On the second day, handrail was constructed for 2 kilometers 200 meters. What is the length of the handrail constructed on the first day? എത്രയായിരിക്കും? ഈ മീറ്റേഴ്സിൽ ഏതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 കിലോമീറ്ററും 200 മീറ്ററും ആണ്. അപ്പോൾ ഇതിന് മീറ്റേഴ്സിൽ എഴുതുമ്പോൾ എത്രയാണ്? 233 മീറ്റർ. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ടോട്ടൽ ഹാൻഡ് റെയിൽ കൺസ്ട്രക്റ്റഡ് ഇൻ ദ ഫസ്റ്റ് 2 days? 2 ദിവസം കൂടി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് എത്രയാണ്? 2 കിലോമീറ്ററും 300 മീറ്റർ പ്ലസ് 2 കിലോമീറ്ററും 200 മീറ്ററും വിച്ച് ഈസ് ഈക്വൽ ടു 2 + 2 4 കിലോമീറ്ററും 300 + 200 എത്രയാണ്? 500 മീറ്ററും. ഇനി നെക്സ്റ്റ് എന്താ? അടുത്ത ചോദ്യം, ഇറ്റ് വാസ് ഡിസൈഡഡ് ടു കൺസ്ട്രക്ട് 7 kilometers handrail. How much length is left?
7 കിലോമീറ്റേഴ്സ് ഹാൻഡിൽ കൺസ്ട്രക്ട് ചെയ്യണം തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ബാക്കി ഉണ്ടാവുക? 2 കിലോമീറ്ററും 500 മീറ്ററും. ഇനി റൈറ്റ് 7 കിലോമീറ്റേഴ്സ് ഇൻ മീറ്റേഴ്സ്. 7 കിലോമീറ്റേഴ്സിന് മീറ്റേഴ്സിലാക്കി എഴുതുമ്പോൾ എത്രയാണ്? 7 × 1000 ആണ് 7000 മീറ്റർ. ഇനി ടിക്ക് ചെയ്യാനാണ് 1 മീറ്ററും ഇതിലെന്താ വരിക? 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ കറക്റ്റ് ആണ്. 1 മീറ്റർ തെറ്റാണ്. 1 കിലോമീറ്റർ 1000 മീറ്റേഴ്സ് ശരിയാണ്. ഇതും തെറ്റാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 1 and 3 സി ആണ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.